അമേരിക്ക അടിച്ചേൽപ്പിച്ച ഈ പകരച്ചുങ്കവും പിഴച്ചുങ്കവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇത്തിരി കാര്യമായി ബാധിക്കുമെന്നാണ് വിപണികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രതിസന്ധി കടക്കാൻ മറ്റ് വിപണികളെ അഭയം തേടുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അത്ര കൂടുതൽ കയറ്റുമതി അമേരിക്കയിലേക്കുണ്ട്. കനത്ത തിരിച്ചടി പ്രതീക്ഷിക്കുന്ന കയറ്റുമതി മേഖല സർക്കാരിൽ നിന്ന് ഇപ്പോൾ കാര്യമായ സഹായവും പ്രതീക്ഷിക്കുന്നു. ഈ റിപ്പോർട്ട് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ GDP വളർച്ച 6.5%. അടുത്ത വർഷം അത് 6.3 കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. ലോകരാജ്യങ്ങൾക്കിടയിലെ യുദ്ധമടക്കം വളർച്ചയെ തടയുന്ന ഘടകങ്ങൾ നിലവിലുള്ളപ്പോഴാണ് അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു സാമ്പത്തിക ആക്രമണത്തിന് മുതിർന്നത്. GDP വളർച്ചയിൽ 0.5 മുതൽ 0.8% വരെ ഇടിവ് വരാൻ ഇത് കാരണമാക്കുമെന്നാണ് നിഗമനം. എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ടെക്സ്റ്റൈൽസ്, വജ്ര വ്യവസായം, കളിപ്പാട്ടം, ഓട്ടോ കോമ്പണൻസ് അങ്ങനെ പ്രതിസന്ധിയിലായത് പല മേഖലകളാണ്. ഏതാണ്ട് 12,000 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് US തിരുപ്പൂരിൽ നിന്ന് മാത്രം നടക്കുന്നത്. അപ്പോൾ അത്രയും വലിയ തുക ഉള്ള ഒരു എക്സ്പോർട്ട്സ് വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് പതിച്ചിരിക്കുന്നത്. കാര്യം നമ്മുടെ ഒരു കോമ്പറ്റിറ്റീവ് എഡ്ജ് ഇതോടുകൂടി നഷ്ടമാകുകയും മറ്റു രാജ്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് US കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. തിരിച്ചടി മറികടക്കുക എളുപ്പമല്ല. ചർച്ചകൾ തുടർന്നു കൊണ്ടുപോവുകയാണ് പ്രതിസന്ധി തീർക്കാനുള്ള മാർഗങ്ങളിലൊന്ന്. പകരച്ചുങ്കം ചുമത്തി ഒരു യുദ്ധത്തിലേക്ക് പോവാതെ രാജ്യങ്ങൾക്കിടയിൽ സമവായം കൊണ്ടുവരാൻ കഴിയണം. ചൈന, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ് തുടങ്ങി വിപണികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയണം. ഇവിടങ്ങളിൽ നിലവിലുള്ള കയറ്റുമതിക്കാരുമായി മത്സരിക്കാൻ നമുക്കാവണം. അതിന് സർക്കാരിൻ്റെ ശക്തമായ പിന്തുണ ആവശ്യമാണ്. ഒപ്പം നികുതി ഇളവുകൾ പ്രതീക്ഷിക്കുകയാണ് കയറ്റുമതിക്കാർ. എങ്ങനെ നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പോർട്ട് രാജ്യമായിട്ട് നമുക്ക് മാറി വരാം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഐഫോണിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നും ധാരാളം ഐഫോൺ US പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. RBIയും സാമ്പത്തിക വെല്ലുവിളി മറികടക്കാനുള്ള നടപടികൾ എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തീരുന്ന പ്രതിസന്ധി അല്ല ഉയർന്നു വന്നിരിക്കുന്നത്. വിപണിയുടെ വൈവിധ്യം, ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒപ്പം ചർച്ചയിലൂടെ രമ്യമായി പ്രശ്നപരിഹാരത്തിനും കഴിയണം. ഇതൊക്കെയാണ് മുന്നിലുള്ള പോംവഴികൾ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.